നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരസ്പരം പഴി ചാരിയിട്ട് ഒരു കാര്യമില്ല. കുറ്റം രണ്ടുപേരുടെ ഭാഗത്തുണ്ട്. വൈശാഖിന്റെ കുഞ്ഞാ ഈ വയറ്റിൽ വളരേണ്ടത്. ഇതിപ്പോ കാർത്തിക്കിന്റെ കുഞ്ഞാ. ഇതിനെ നീ ഒരിക്കലും പ്രസവിക്കാൻ പാടില്ല. നീ എന്നെ കുറ്റം പറയണോ വൈശാഖ്? ഞാൻ ഒരാളുടെ ഭാര്യയായിട്ട് എവിടെ ജീവിക്കുന്നത്? അയാളെ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ഇങ്ങനെ സംഭവിച്ചു പോയി. നീ എന്നോട് ക്ഷമിക്കേ. അതൊന്നും സാരമില്ല. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ കാരണം കൊണ്ടൊന്നും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല. നോക്ക്, ഈ കുഞ്ഞിനെ നമുക്കില്ലാതാക്കണം. അതിനുശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിട്ടു പോകണം. നമുക്ക് മുംബൈയിൽ പോയി ജീവിക്കാം. മൈഥിലി, മൈഥിലി, വാതില് തുറക്ക്. മൈഥിലി, ഇതെന്താ വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നേ? മൈഥിലി, അങ്ങോട്ട് പോലെ എന്താ എവിടെ വിളിക്കാൻ? മൈഥിലി, 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 വാതില് തുറക്കാൻ. മൈഥിലി, ഇതിനടിയിലോട്ട് കയറാൻ. വേഗം കയറും, വേഗം. വാതില് തുറക്ക മൈഥിലി. മൈഥിലി, മൈഥിലി, നീ വൊമിറ്റ് ചെയ്യായിരുന്നോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. ദൈവമേ, ഈ വൈശാഖിനെ എങ്ങനെ പുറത്തു വിടും? തുടരെ തുടരെ വൊമിറ്റ് ചെയ്താ ക്ഷീണം ഉണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇടേണ്ടി വരും. അങ്ങനെ ക്ഷീണം ഉണ്ടെങ്കിൽ പറയണേ. പറയാം. ഇരിക്ക. ഈ ഗർഭിണികളായ പെൺകുട്ടികൾക്ക് മനം പുരട്ടലും വൊമിറ്റിങ്ങും ഒക്കെ പതിവുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഉണക്കത്തേനെ തിന്നണമെന്നാ തോന്നുന്നു. ഞാനിവിടെ ഇരിക്കുമ്പോഴും അവൻ്റെ ഒരു പച്ചമാങ്ങ. നാളെ ഇവിടെ സർവ്വ ഐശ്വര്യ പൂജ നടക്കാൻ പോകുന്നത്. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു പുത്രൻ ജനിക്കാൻ പോകുന്നതിന്റെ പൂജ. നിന്റെ പുത്രനെ ഞാൻ ഇല്ലാതാക്കാനാ പോകുന്നേ. മൈഥിലി, എന്താ കാർത്തിക്? നിനക്ക് മോൻ വേണോ അതോ മോള് വേണോ? ആരെയാ ഇഷ്ടം? ആരായാലും കുഴപ്പമില്ല. എന്താ മൈഥിലി ഇത്? നിനക്കെന്താ ഒരു മൂഡൌട്ട്? ഒന്നുമില്ല. കട്ടിലിനടിയിലിരിക്കുന്നവനെ എങ്ങനെ പുറത്തിറക്കുമെന്ന് ഓർത്താ എന്റെ ആദി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.